എൻ്റെ പൊന്നു മോനില്ലാതെ എനിക്ക് പറ്റത്തില്ല. ഈ ഉമ്മയുടെ കണ്ണീർ തീരുമോ? ജോലി തേടി ദുബായിലെത്തിയ തൻ്റെ മകനെ കാണാതായ വിഷമത്താൽ കരയുന്ന ഈ ഉമ്മയുടെ തീരാത്ത ആഗ്രഹം സാധ്യമാകുമോ? കഴിഞ്ഞ 2.5 വർഷമായി നെഞ്ചു പൊട്ടി കരയുകയാണ് വയനാട് പൊഴുതന സ്വദേശിനിയായ ജാസ്മിൻ എന്ന ഈ പാവം ഉമ്മ. മകൻ അഫ്സൽ പുതിയൊരു ജോലി സ്വപ്നം കണ്ട് ഗൾഫിലെത്തി. വെറും 5-ാമത്തെ ദിവസമാണ് അഫ്സലിനെ കാണാതാകുന്നത്. അവൻ താമസിച്ചിരുന്ന മുറിയിൽ ഇന്നും അവൻ്റെ വസ്ത്രങ്ങളും വിരിപ്പുകളുമെല്ലാം അതുപോലെ തന്നെയുണ്ട്. 1 വർഷം മുമ്പ് ദുബായ് പോലീസ് കണ്ടെടുത്ത ഒരു അജ്ഞാത മൃതദേഹം തൻ്റെ മകൻ്റേതാണോ എന്നറിയാൻ വിറക്കുന്ന നെഞ്ചോടെ DNA ടെസ്റ്റിനായി ഈ 50-കാരി ദുബായിലേക്ക് വിമാനം കയറിയതാണ്. ഭാഗ്യത്തിന് അത് അഫ്സൽ ആയിരുന്നില്ല. അന്ന് തുടങ്ങിയതാണ് ഈ ഉമ്മയുടെ അലച്ചിൽ. എൻ്റെ പൊന്നുമോൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവനെ കണ്ടെത്താതെ ഞാൻ നാട്ടിലേക്ക് മടങ്ങില്ല എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുകയാണ് ഇവർ. ഇതിനിടയിൽ അഫ്സലിനെ ഷാർജയിൽ വെച്ചു കണ്ടു, ഹോട്ടലിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കും. വഴി പോലും അറിയാത്ത ആ നാട്ടിൽ ഒരു പെണ്ണെന്ന നിലയിലുള്ള പരിമിതികൾ മറന്ന് ആ ഉമ്മ മകനെ ഓർത്ത് ഓടിയെത്തും. പക്ഷേ ഒടുവിൽ നിരാശയോടെ മടങ്ങേണ്ടി വരും. ചിലരൊക്കെ പറയുന്നു അവൻ കൊല്ലപ്പെട്ടതാണെന്ന്, മറ്റു ചിലർ പറയുന്നു അവൻ എവിടെയോ സുരക്ഷിതനായിട്ടുണ്ടെന്ന്. ഒരു വിവരവുമില്ലാതെ കൂലിപ്പണിക്കാരനായ ഭർത്താവിനെയും കുടുംബത്തെയും നാട്ടിലാക്കി ദുബായിൽ ചെറിയ പാർട്ട് ടൈം ജോലികൾ ചെയ്താണ് ഈ ഉമ്മ ഇന്നും മകനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നത്. 3 മക്കളിൽ ഏറ്റവും സ്നേഹമുള്ളവനായിരുന്നു അവൻ. അവന് ആരോടും ഒരു ശത്രുതയും ഉണ്ടായിരുന്നില്ല. എവിടെയാണ് എൻ്റെ മോൻ? ജീവനോടെയുണ്ടോ? ഈ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴും എന്നെങ്കിലും തൻ്റെ പൊന്നുമോൻ ഓടിവന്ന് കെട്ടിപ്പിടിക്കുമെന്ന ഒരൊറ്റ പ്രതീക്ഷയിലാണ് ആ ഉമ്മയുടെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ കാത്തിരിപ്പ് വെറുതെ ആകാതിരിക്കട്ടെ. അഫ്സൽ ഉമ്മയുടെ അരികിലേക്ക് എത്രയും വേഗം തിരിച്ചെത്താൻ നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ മോന് പിന്നെ ആളെന്ന സംശയത്തിൽ ഇവിടെ ഒരു ബോഡി കിട്ടിയിട്ട് നിങ്ങൾ ഉടനെ വരണം എന്ന് പറഞ്ഞ് ഈ KMCCൻ്റെ ആൾ, നിങ്ങൾ പൊഴുതന കമ്മിറ്റിയിൽ KMCCൻ്റെ ആൾ എന്നെ വിളിച്ച് ഉടനെ എമർജൻസി ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് DNA ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മളെ മോനില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോകുന്നില്ല, വല്ല ജോലി എന്തെങ്കിലും ചെയ്ത് ഇവിടെ നിന്നിരിക്കുക, അവരെ കണ്ടുപിടിച്ചിട്ട് പൊക്കോളാന്ന് പറഞ്ഞു. ഷാർജ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നൊക്കെ എല്ലാവരും അങ്ങനെ പറയുന്നു. നമ്മൾ എവിടേക്ക് വെച്ചിട്ടാണ്, ഞാൻ സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ ഒരു പാർക്ക് പോലും എനിക്കറിയില്ല. എല്ലാവരും പറയുന്നു അവിടെ കണ്ട് ഇവിടെ കണ്ടെന്ന്. ചിലർ പറയുന്നു CID ഓഫീസിൽ CID പിടിച്ച ഉള്ളിലാണ്, അവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലർ പറയുന്നു. നമുക്കറിയില്ല എന്താണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ ഇത്രയും നല്ലൊരു ഭരണാധികാരികളുള്ള ഇത്രയും നല്ലൊരു നാട്ടിൽ ഒരിക്കലും ഒരു മനുഷ്യനെ കൊന്നു തള്ളാനൊന്നും പറ്റത്തില്ലല്ലോ. ഇവിടുന്ന് കുറേ ആൾക്കാർ അവനെ കൊന്നതാണ്, ആളുകൾ തമ്മിൽ അടിയുണ്ടായി കൊന്നതാണ്. അങ്ങനെ ഒരാളെ കൊല്ലുകയാണെങ്കിൽ എങ്ങനെ ഈ നാട്ടിലത് നടക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന, കുടുംബം നോക്കുന്നത്, എല്ലാ കാര്യത്തിലും എൻ്റെ 3 മക്കൾ ഏറ്റവും നല്ല മോനാണ്. അവർക്ക് ഒരു പ്രശ്നവും ഞാൻ ചീത്തപ്പേര് ഇന്ന് വരെ ഒരാൾ പറഞ്ഞില്ല. പിന്നെ അവനക്ക് എന്ത് പറ്റി? വന്നിട്ട് 5-ാം ദിവസം കാണാതായത്. 5-ാം ദിവസം ഞാൻ അറിയുന്നത് മിസ്സിങ് ആണെന്ന്. നാട്ടിൽ നിന്ന് ഇവിടെ എത്തി 5-ാമത്തെ ദിവസമാണ് മിസ്സിങ് ആയത്.